ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആസ് യു ഓൾ നോ, എ വീക്ക് ഇൻ മൈ ലൈഫ്. ഒരു ആഴ്ചയിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസത്തെയും മിക്ക ദിവസവും എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായിട്ട് മറന്നു പോയിട്ടൊക്കെ ഞാൻ എടുക്കാനും വിട്ടിട്ടുണ്ട്. സോ എനിവേ ഞാൻ 1 വീക്ക് എല്ലാ ദിവസവും എന്തായാലും എന്തൊക്കെയോ എടുത്തു, അപ്പോൾ അതാണ് കാണിക്കുന്നത്. സോ മൺഡേ ആകെ ഞാൻ കാണിക്കുന്നത് ഒരു ഡയറി മിൽക്ക് കഴിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത് മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്ത സമയം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് എക്സാംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടി ടാസ്കിങ് തിങ്. അപ്പം അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞത് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ നമ്മൾ എല്ലാ ശിവരാത്രിക്കും 12 ശിവക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ശിവാലയം എന്ന് പറയും. അപ്പം എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മളൊരു ഉച്ചയ്ക്കൊരു 2 മണിക്ക് പോയി കഴിഞ്ഞാൽ നൈറ്റ് പിറ്റേ ദിവസം ഒരു 5-5:30 ആയപ്പോഴാണ് വന്നത് മോർണിംഗ്. അപ്പം അത്രയും 12 ടെമ്പിൾ നമ്മൾ നടന്ന് കയറി. മീൻസ് വണ്ടിയിൽ നമ്മൾ അമ്പലത്തിൻ്റെ കുറേ ദൂരം മുന്നേ നിർത്തും, എന്നിട്ട് അവിടെ നടന്ന് പോകണം. അങ്ങനെയാണ്. അപ്പം അത്ര സമയം എടുക്കും. വിചാരിക്കുന്ന 3 ഈസി ഒന്നും അല്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ മേക്കപ്പ് സാധനങ്ങളും എല്ലാം എടുത്തു വെച്ചു. ഇതിൽ ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ ഞാൻ നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വലിയൊരു കമ്മലല്ലായിരുന്നോ, അത് മാറ്റിയിട്ടൊരു കുഞ്ഞു കമ്മലിട്ടിട്ട് മുടി കെട്ടി വെച്ചു. അല്ലാണ്ട് ഇതൊന്നും ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ഇങ്ങനെ പോണ വഴിക്ക് ഈ കടല, തേങ്ങയിട്ടത്, അതേപോലെ കഞ്ഞി, ഇഡലി, തണ്ണിമത്തൻ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവർ ഈ ശിവാലയത്തിന് പോകുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേർച്ചയായിട്ട് പല ഫാമിലീസ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ സംഭവങ്ങൾ, അല്ലെങ്കിൽ അമ്പലത്തിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ വീട്ടിലെത്തിയത് ഓൾമോസ്റ്റ് 5:30 വെളുപ്പിന്. അത് കഴിഞ്ഞ് ഉറങ്ങി ഒരു 11 മണിയൊക്കെ ഇപ്പോൾ ഉറക്കം എണീറ്റിട്ട് നമ്മൾ തൊട്ടടുത്ത് ആഴിമല ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നമുക്കിങ്ങനെ ഒരു ബുക്കലുണ്ട്, ബുക്കുണ്ട്. എൻ്റെ നാക്ക് ഫുൾ ഉളുക്കുന്നു. ഓക്കെ, രാത്രി 2 മണിക്കാണ് വോയിസ് ഓവർ ചെയ്യുന്നത്, സ്വാഭാവികം. അതിൽ പോയിട്ട് ഇങ്ങനെ ഓം നമഃശിവായ എന്ന് എഴുതിയിട്ട് 101 വട്ടം എഴുതണം. അത് എഴുതിയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. അത്രയുമാണ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞത് പിറ്റേ ദിവസം ഞാൻ ഏതൊക്കെ ദിവസമാണെന്നുള്ളത് താഴെ എഴുതി കാണിക്കുക. സോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ദിവസം 2 ദിവസം നമ്മൾ ഈ ശിവാലയവും എല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട്, ആക്ച്വലി ഇന്നത്തെ ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് സ്കൂളിലും പോകണമായിരുന്നു. ബിക്കോസ് നമുക്ക് ഹാൾ ടിക്കറ്റ് തരുന്ന അന്നാണ്, ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് ഉറങ്ങിയൊക്കെ എണീറ്റിട്ടാണ് ഈ വീഡിയോ എടുക്കണേ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല, ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചത്തെ കാര്യമില്ലേ, ഒരു ദിവസത്തെ ഒന്നും അല്ലല്ലോ. അപ്പം എണീറ്റപ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലിപ്സ്റ്റിക് ഓർഡർ ചെയ്യില്ലെന്ന് പറഞ്ഞ് വീണ്ടും ചെയ്യും. പക്ഷേ ഇത് ഒരെണ്ണേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ സെയിം എൻ്റെ ഉള്ളൊരു ഷെയ്ഡ് തന്നെയാണ്, ഈ ഒരു മാഴ്സിൻ്റെ കോറസ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെയിം ലിപ്പ് ലൈനർ എൻ്റെ കയ്യിലുണ്ട്. ഇത് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ അമ്മ ഇങ്ങനെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മ ചൂസ് ചെയ്തതാണിത്. ഓക്കെ, ദൈവമേൻ്റെ സൗണ്ടൊക്കെ എന്തോ പോലെ. ഓക്കെ, അപ്പം അതാണ് ഈ ലിപ്സ്റ്റിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വെച്ചിട്ടുള്ള സംഭവം വിഷ് ലിസ്റ്റിലിട്ട് വെച്ചത് വാങ്ങിച്ചു ലിപ്സ്റ്റിക്ക്. ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇനി വാങ്ങില്ല എന്ന് പറയില്ല, ബിക്കോസ് ഞാൻ അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ വാങ്ങണത്. ഇപ്പം മിന്ത്രയിലൊരു സെയിലും വരുന്നുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, എനിവേ, ബിക്കോസ് നമുക്ക് MRPനെക്കാട്ടിലും ഭയങ്കര ഓഫറൊക്കെ ലിപ്സ്റ്റിക്കിന് കാണുമ്പോൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, നല്ല സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. മറ്റേ ചെറിയുടെയൊക്കെ ഒരു ഷെയ്ഡില്ല, അതേപോലെ സൂപ്പറാണ്. ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിലിട്ട് കാണിക്കാം. ആൻഡ് എനിക്ക് കമൻറ്റ് വന്നായിരുന്നു എൻ്റെ പണ്ടത്തെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യുമെന്ന്. സോ ഐ വാസ് സോ ഹാപ്പി നിങ്ങളത് ഓർത്തിട്ട് കമൻറ്റ് ചെയ്യുന്നതിൽ. ആൻഡ് കുറേ പേർ ലിപ്സ്റ്റിക് കളക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഐ ഡു ഇറ്റ് സൂൺ. ഇപ്പോൾ കുറച്ച് ഇതുണ്ട്. ഞാൻ എന്നാലും നിങ്ങൾക്ക് എൻ്റെ എല്ലാ വ്ളോഗിലും ലിപ്സ്റ്റിക് കാണാമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷെയ്ഡ് വേണമെങ്കിൽ പെർട്ടിക്കുലർ ലിപ്സ്റ്റിക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ് പറഞ്ഞുതരാം. അപ്പോൾ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, മാഴ്സിൻ്റെ നമ്മുടെ കോറസ് ഗേൾ. എല്ലാ സ്കിൻ ടോണും ചെയ്യുന്ന, എസ്പെഷ്യലി ഡസ്കി, വീറ്റിഷ്, മീഡിയം സ്കിൻ ടോണിന് അടിപൊളിയാണ് ഈ ലിപ്സ്റ്റിക്ക്. ആൻഡ് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറിൻ്റെ ഷെയ്ഡും ആൻഡ് എവറിത്തിങ് ഇസ് ഗുഡ്. ബട്ട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ലിപ്പ് ലൈനർ പോകും, പിന്നെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറച്ച് കാണാൻ വൃത്തിയുടെ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ റൂമിലല്ല കിടക്കുന്നത്.
ഒന്നാമത്തെ കാര്യം നല്ല ചൂടായതുകൊണ്ട് ഞാൻ താഴത്തെ റൂമിൽ വന്നിട്ട് കിടക്കുക. നൈറ്റ് മുകളിൽ കിടക്കാറില്ല ഞാനിപ്പം. അപ്പം അതുകൊണ്ട് എന്താണ് അതിൻ്റെ റൂം ഫുള്ള് ഞാനിപ്പം റെഡി ആവാനും വീഡിയോ എന്തെങ്കിലും എടുക്കാനോ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ അങ്ങനെ പോകാറുള്ളൂ, അല്ലാതെ എൻ്റെ റൂമിൽ പോകാറില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ റൂം ഫുൾ മെസ്സാണ്. അപ്പം ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇടുന്നതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മുടെ ടിറയുടെ ഹാമ്പറിൻ്റെ കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ക്യാൻസലായി, മീൻസ് അവരത് റിട്ടേൺ റിക്വസ്റ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. അപ്പം എന്തായാലും സ്കിൻ കെയർ അല്ലേ, അത് ഓയിലി സ്കിന്നാണ്, വേസ്റ്റ് ആവാൻ പോകുന്നില്ല, ഐ യൂസ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് പിന്നെ ഞാൻ സ്പെൻഡ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ MRP ഉള്ള പ്രൊഡക്ട്സാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വളരെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു കസിൻ ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ആ കല്യാണത്തിൻ്റെ പോയിട്ട് വന്നിട്ടുള്ള കോലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ട്രഡീഷണലായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു പാകിസ്ഥാനി സ്യൂട്ടാണ്. ലൈക്ക് ഞാൻ ഈ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പാകിസ്ഥാനി ഡ്രാമയിനോടൊക്കെ ഭയങ്കര ഇപ്പം ഒബ്സഷനാണ്, അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന 2 പാഴ്സൽസാണ്. അപ്പം ഞാൻ ഇതെന്താണ് എനിക്ക് ഓർമ്മയില്ലായിരുന്നു സംഭവം. ഇതൊന്ന് അമ്മ ഓർഡർ ചെയ്തതാണ്, നമ്മുടെ ഈ ഹെയർ വയ്ക്കുന്ന ഒരു ബൺ പോലത്തെ ഒരു സാധനം. അപ്പം ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇത് വലിയൊരു പെട്ടി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇത്രയും വലിയ പെട്ടിയിൽ ഞാൻ എന്താണ് ഓർഡർ ചെയ്തത് എന്നിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് വലിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വലിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് എടുത്തത്. ഒരു ബോക്സിനകത്ത് വേറൊരു ബോക്സ്. ഓക്കെ, പിന്നെ ആണ് എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ ലിപ്സ്റ്റിക് ഓർഗനൈസർ ആണ് ഞാൻ വാങ്ങിച്ചത്. ബിക്കോസ് എൻ്റെ ലിപ്സ്റ്റിക്ക് ഇപ്പം ഞാൻ ഓൾറെഡി 24 കമ്പാർട്ട്മെൻറ്റ്സുള്ള 2 ഓർഗനൈസർ വാങ്ങിച്ചു. ബട്ട് അത് ഭയങ്കര ഓവർഫിൽഡാണ്. ലൈക്ക് ഞാൻ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് 2 ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് പോലും തികയുന്നില്ല സ്ഥലം. അത് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, കുറേ ലിപ്സ്റ്റിക്ക് ഉണ്ടെന്നുള്ളപ്പോൾ. അപ്പം എന്താ പറഞ്ഞു തന്നെ, അപ്പോൾ അതുകൊണ്ട് അതിന് സ്ഥലം തികയാത്തതുകൊണ്ട് ഞാൻ വേറൊരു പെട്ടിയും കൂടെ വാങ്ങിച്ചു, ലൈക്ക് ഒരു ഓർഗനൈസർ വാങ്ങിച്ചു. അതും ഫില്ലാണ് ഇപ്പം. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ നമ്മുടെ നൈക്കി എന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ബോക്സില്ലേ, അതിലാണ് ഞാൻ കുറേ ഇതിൽ ഇട്ട് വെച്ചിരുന്നത്. എൻ്റെ റൂമിൽ എവിടെ നോക്കിയാലും കൊറിയറിൻ്റെ കവറാണ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും. അത് ഇത്തിരി കാണാൻ ഭംഗിയുള്ള പെട്ടികളാണ്, അല്ലാതെ കാണാൻ ഭംഗിയില്ലാത്ത കുറച്ച് പെട്ടികൾ വേറെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നില്ല, ബിക്കോസ് കുറേ ഉണ്ട്. എൻ്റെ റൂമിൽ നിന്നാണ് ഈ വീട്ടിലുള്ള ഫുൾ വേസ്റ്റ്, അത്രയ്ക്ക് വേസ്റ്റാണ് ഈ നമ്മുടെ ഈ ഓൺലൈൻ പാഴ്സൽസ് വന്നിട്ടുള്ള. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുൾ ലിപ്സ്റ്റിക്ക് എനിക്കിങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ ഫുൾ നശിപ്പിച്ചിട്ടിട്ട് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോഴേ എനിക്കൊരു സമാധാനം വരും, സാറ്റിസ്ഫാക്ഷൻ വരും. അപ്പോൾ ഞാൻ ഫുള്ളിങ്ങനെ മാറ്റി ലിപ്സ്റ്റിക്കൊക്കെ തുടച്ച് വെറ്റ് വൈപ്സ് കൊണ്ട് അതൊന്നും കാണിക്കണില്ല. ബിക്കോസ് എൻ്റെ ട്രൈപോഡ് ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പം, അതുകൊണ്ട് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഫുള്ളിങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ടൈം ലാപ്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന മാത്രമേ കാണിച്ചെന്നുള്ളൂ. ഞാൻ ലിപ്സ്റ്റിക്ക് എങ്ങനെ വയ്ക്കുക വെച്ചാൽ ലിക്വിഡ് ഒരെണ്ണം, ബുള്ളറ്റ് ഒരെണ്ണം. പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കൂടുതൽ. അപ്പം അതിന് 2 അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈസ് അനുസരിച്ച് എനിക്ക് മനസ്സിലാവും ഏത് ലിപ്സ്റ്റിക്ക് എവിടെയൊക്കെയാണ് ഇരിക്കണതെന്ന് വേറെ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണ് ഇപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ അലമാരയ്ക്കകത്തോട്ട് ഷിഫ്റ്റാക്കി. അതാണ് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്. അത് കഴിഞ്ഞ് ഇത് സൺഡേ ആണ്, ലാസ്റ്റ് ഡേ ഓഫ് എ വീക്കെൻഡ്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ന് നമ്മൾ സിനിമ കാണാൻ പോയി. ഗെറ്റ് സെറ്റ് ബേബിയാണ് കണ്ടത്. നല്ല ഫിലിമായിരുന്നു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് മൂവിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഒരു ബെറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി. സോ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.